എതിരാവുക. വിഷയം ശരീരേച്ഛയോട് എതിരാവുക. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. نظرت في قوله عز وجل وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മുടെ ശരീരം ഒരു കാര്യം പറയും, അതിനെതിരായിട്ടാവും നമ്മുടെ മനസ്സ് ചിലപ്പോൾ പറയുക. നമ്മുടെ ശരീരം ഒരു തിന്മയോട് കൽപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് നമ്മൾ എത്രത്തോളം നന്മയോട് ചേരുന്നുവോ അത്രയും ഒരാൾ വിജയിച്ചു എന്നാണ്. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ വഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണോ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്, ശരീരത്തിന്റെ ഇഷ്ടം നടപ്പാക്കാതിരിക്കുകയും സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നവനാരോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന് സ്വർഗത്തിലാണ് അവനെന്നാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരാണ് മിർസദ് ബിൻ അബി മിർസദ് റളിയല്ലാഹു അൻഹു. ഈയിടെയായി കുറച്ചു കാലമേ ആയുള്ളൂ മുസ്ലിമായിട്ട്. അങ്ങനെ അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലേക്ക് പോയി ദൂരങ്ങൾ താണ്ടി 400 കിലോമീറ്ററോ 500 കിലോമീറ്ററോ നടക്കണം. അന്ന് കാലത്ത് മലയും പർവ്വതങ്ങളും നിറഞ്ഞ വഴിയിലൂടെ മിർസദ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അങ്ങനെ നടന്ന് മക്കയിലെത്തി. മക്കയിലുള്ള അടിമകളായിട്ട് വെച്ചിട്ടുള്ള ബന്ധിതരായിട്ടുള്ള മുസ്ലിങ്ങളെ മോചിപ്പിക്കാനായിരുന്നു മിർസദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയത്. അങ്ങനെ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിന്നൊരു വിളിയാണ്, ഓ മിർസദേ. ആരാണ് വിളിക്കുന്നത്? മിർസദിന്റെ പഴയ കാലത്ത് മുശ്രിക്കായി നിന്നപ്പോഴുള്ള തന്റെ കാമുകിയാണ് വിളിക്കുന്നത്. ആരാണ്? ആത്തിക എന്ന പേരുള്ള സ്ത്രീയാണ് വിളിക്കുന്നത്. ആരാണ് ആത്തിക? തന്റെ എത്രത്തോളം ഇഷ്ടമായിരുന്നു ആത്തിക്കയ്ക്ക്, അതിനേക്കാൾ എത്രയോ ഇഷ്ടമായിരുന്നു മിർസദിന് ആത്തിക്കയോട്. അങ്ങനെ ആത്തിക അവനെ വിളിക്കുകയാണ്, ഓ മിർസദേ, നീ ഇപ്പോൾ മദീനയിലെ നിന്നിങ്ങോട്ട് വന്നത് മക്കയിൽ ബന്ധിതരായിട്ടുള്ള മുസ്ലിങ്ങളെ മോചിപ്പിക്കാനല്ലേ? നീ എന്നോടൊപ്പം നീ വരണം. പണ്ട് കാലത്ത് നമ്മൾ എത്രത്തോളം സല്ലപിച്ച് നടന്നവരാണ് മിർസദേ. അപ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല ഓ ആത്തിക, നീ എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ആത്തിക. ഞാനിപ്പോൾ മുസ്ലിമായി. അതൊക്കെ നിന്നോട് പണ്ട് കാലത്ത് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാലും അതൊക്കെ നീ മറക്കണം. അതിനായിട്ട് എന്നെ നീ വിളിക്കരുത് എന്ന് പറയുകയാണ് മിർസദ് റളിയല്ലാഹു അൻഹു. രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണാതെ ദരിദ്രരുടെ സുഖങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആരും കാണില്ല എന്ന് ഉറപ്പായിട്ടും മിർസദ് റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തെ നിയന്ത്രിക്കുകയാണ്. തന്റെ മനസ്സ് പറയുന്നതനുസരിച്ച് ശരീരത്തെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് മിർസദ് റളിയല്ലാഹു അൻഹു.
മിർസദ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിൽക്കുമ്പോൾ ആത്തിക്ക പറയുകയാണ്, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ മക്കയിലുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി നിന്നെ ബന്ധിതനാക്കാൻ പറയും. മിർസദേ, നീ എൻ്റെ കൂടെ രതികിരീടത്തിന് നീ ഏർപ്പെട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്നോട് രതികിരീടത്തിന് ഏർപ്പെടുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എന്നെ നീ മക്കയിലുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്നെ ബന്ധിതനാക്കുന്നത് തന്നെയാണ്. ആരുമറിയാതെ രാത്രിയാമങ്ങളിൽ തൻ്റെ പഴയകാല കാമുകിയോടൊപ്പം കൂടിയാലും ആരും കാണില്ല എന്ന് ഉറപ്പായിട്ടും മിർസദ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ചേരാത്തത്? അള്ളാഹുവിനെ ഭയന്നിട്ടാണ്. നമ്മുടെയൊക്കെ ഈ കാലങ്ങളിലെ ചെറുപ്പക്കാരെ നമുക്ക് നോക്കാം. അവരൊക്കെ തൻ്റെ ഭാര്യ ഉണ്ടായിട്ടും മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നവരാണവർ. തൻ്റെ ഭർത്താവ് ഉണ്ടായിട്ടും സ്ത്രീകൾ മറ്റുള്ളവരെ തേടി നടക്കുകയാണ്. നമുക്ക് ഒരുപാട് വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഭാര്യ ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിപ്പോയി. അങ്ങനെയുള്ള ദിവസേന എത്രത്തോളം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ മിർസദ് റളിയല്ലാഹു അൻഹുവിനെ ഭയപ്പെടുത്തിയിട്ടും മിർസദ് റളിയല്ലാഹു അൻഹു തളരാതെ നിൽക്കുകയാണ്. അങ്ങനെ മിർസദ് റളിയല്ലാഹു അൻഹുവിനെ ബന്ധിതനാക്കാൻ വേണ്ടി മക്കക്കാരെ എല്ലാവരെയും ആത്തിക്ക വിളിച്ചു കൂട്ടുകയാണ്. അങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് അപ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഓടുകയാണ്. ഒരു ഗുഹാമുഖത്തേക്ക് പോയി അവിടെ മറഞ്ഞു നിന്നു. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. എന്നിട്ടും മിർസദ് റളിയല്ലാഹു അൻഹുവിനെ ആരും കണ്ടില്ല. അള്ളാഹു മറ്റുള്ളവരുടെ എല്ലാവരുടെയും കണ്ണിന് മറയിട്ട് കൊടുക്കുകയാണ്. ഒരു തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിന്നപ്പോ മിർസദ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു സുബ്ഹാനഹു തആല ആരും കാണാതെ രക്ഷപ്പെടുത്തി. അങ്ങനെ മിർസദ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കാത്തു നിന്നതിന് ശേഷം മക്കക്കാരെല്ലാവരും പോയി എന്ന് ഉറപ്പായിട്ട് അതാ മിർസദ് റളിയല്ലാഹു അൻഹു നേരെ മക്കയിൽ തന്നെ പോയി ബന്ധിതരായിട്ടുള്ള എല്ലാവരെയും മോചിപ്പിച്ചു. മിർസദ് റളിയല്ലാഹു അൻഹു പോവുകയാണ് മദീനയിലേക്ക്. മദീനയിലെ രാജകുമാരൻ അഷ്റഫുൽ വറാ ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. മിർസദ് റളിയല്ലാഹു അൻഹു പോകുമ്പോഴെല്ലാം തൻ്റെ മനസ്സിലേക്ക് തൻ്റെ പഴയകാല കാമുകിയായ ആത്തിക്കയെ ഓർമ്മ വരികയാണ്. ആത്തിക്കയോട് ഞാൻ പണ്ട് കാലത്ത് സല്ലപിച്ച സമയങ്ങളും ആത്തിക്കയോട് ഞാൻ ഇപ്പോൾ പോയാലും ആരും കാണില്ലല്ലോ എന്ന ചിന്തകളൊക്കെ വരികയാണ് വീണ്ടും മനസ്സിലേക്ക്. അതിൽ നിന്നെല്ലാം മനസ്സിനെ കൺട്രോൾ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. ഓ നബിയേ, എൻ്റെ മനസ്സിലേക്ക് ആത്തിക്കയെ ഓർമ്മ വരികയാണ്. എൻ്റെ പഴയകാല കാമുകിയായിരുന്നു ആത്തിക്ക. അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെയും ഇഷ്ടമായിരുന്നു നബിയെ. അവളെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് നബിയെ. ഞാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ തന്നെയാണ്. നമ്മളൊക്കെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മളൊക്കെ നല്ലവരായി വളരണം. ഒരു തെറ്റിൽ നിന്ന് 7 തവണ ഒരു തെറ്റ് തന്നെ വേണ്ട എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ വേണ്ട എന്ന് വിചാരിച്ചോ, അവന് അള്ളാഹു പിന്നെ ആ ശിക്ഷ കൊടുക്കുകയില്ല. ആ തെറ്റിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ പരീക്ഷിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാം. ഒരു പ്രാവശ്യം ഒരു അന്യസ്ത്രീയെ കണ്ടു. വേണ്ട, നോക്കണ്ട, അള്ളാഹുവിനെ മനസ്സിൽ വിചാരിച്ച് വേണ്ട എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ 7 തവണ അവൻ കൺട്രോൾ ചെയ്താൽ അവനെ അള്ളാഹു സുബ്ഹാനഹു തആല ആ പരീക്ഷിക്കുകയില്ല എന്നാണ്. നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.